Hari Jaya Girivardhari Yashodanandana Braja Janaranjana Yashodanandana Braja Janaranjana Yamuna Tiravanachari Yamuna Tiravanachari Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare Hare Rajnarana Bhaktivedanta Swami Srila Prabhupada ki Jai. Ananta Kodi Vaishnava ki Jai. Tagore Premanande Hari Hari Bol. Hare Krishna. Hare Krishna. Ellarkum Swagatham. Thank you for joining. ചെറിയൊരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടി കാരണം കൊണ്ട് കുറച്ച് ലേറ്റായി. അതുകൊണ്ട് we can quickly start അല്ലേ? As usual ഒരു റീക്യാപ്പ് നമുക്ക് ചെയ്യാം. ഇടയിൽ ഒരു വീക്ക് മിസ്സായി പോയി. പക്ഷെ അതല്ലാതെ we have to do a recap, ശ്ലോക recitation till number 16 അല്ലേ? അതല്ലാതെ എല്ലാവരും വായിക്കാൻ എന്ന് തയ്യാറാണ് എന്ന് വിശ്വസിക്കുന്നു. Today of course we'll be doing verse number 16 Shri Ishopanishad. അങ്ങനെ ജോയിൻ ചെയ്തതിൽ എല്ലാവരും സന്തോഷം. Thank you so much for joining. Hare Krishna. So കഴിഞ്ഞ ക്ലാസ്സിൽ verse number 17 ആരാണ് ഒരു റീക്യാപ്പ് തരാൻ പോണത്? ഹരേ കൃഷ്ണ. Previous verse, yes, verse number 16. Hiranmayena patrena satyasyapihitam mukham tattvam bhusham apavrumu satya dharmaya drishtaye. A sustainer of all that lives, your real face is covered by your dazzling effulgence. Kindly remove that covering and exhibit yourself to your pure devotee. So ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്, ഒരു വൈഡ് കോൺട്രാസ്റ്റ് ഉണ്ട്. വേഴ്സ് നമ്പർ 14 ഓഫ് കോഴ്സ് ഈ ശ്ലോകങ്ങൾ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനും ഭഗവാന്റെ നാമങ്ങളും പാസ്റ്റ് ടൈംസ് ക്വാളിറ്റി ഇതെല്ലാം ഭഗവാനെ വർണ്ണിച്ചുകൊണ്ടും ഭഗവാനെ കീർത്തിക്കുകയാണ് ഈ വേഴ്സ് ഈശോപനിഷത്തിൽ. പക്ഷേ ഇനീഷ്യലി അതായിരുന്നില്ല. എങ്ങനെയായിരുന്നു ഒരു ജീവാത്മാവ് തൻ്റെ കിട്ടിയ ജീവിതം നയിക്കേണ്ടത്, അത് അങ്ങനത്തെ കുറെ എന്താ പറയുക റിയലൈസേഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു. പക്ഷെ നൗ ഇറ്റ് ഇസ് കം ടു ദി എൻഡ് ഓഫ് ദിസ് ബുക്ക്. അപ്പോൾ ഈ ബുക്കിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാണ്. ഈ ശ്ലോകങ്ങൾ പല ടോപ്പിക്സിലൂടെയാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്.
ലാസ്റ്റ് ആകുമ്പോ അവസാനം ആകുമ്പോ ഭഗവാനെ ഗ്ലോറിഫൈ ആണ്, കീർത്തിക്കുക ചെയ്യണത്. പല കാര്യങ്ങളും ഭഗവാനെ പറ്റി വർണ്ണിച്ചുകൊണ്ടിരിക്കണം അല്ലെ. ഇങ്ങനെയാണ് വേഴ്സ് നമ്പർ 15 വേഴ്സ് നമ്പർ 14 ആൻഡ് വേഴ്സ് നമ്പർ 15 തമ്മിൽ ഒരു വളരെ ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്. ഇതിൽ പറയണു ഭഗവാനെ കുറച്ച് പൂർണ്ണമായി പെർഫെക്റ്റ്ലി ആയിട്ട് അറിയാൻ എന്ത് വേണം? ഭഗവാന്റെ ടെമ്പററി, അശാശ്വതമായിട്ടുള്ള ക്രിയേഷൻ ഭഗവാൻ എന്താ ചെയ്തിരുന്ന, അത് മെറ്റീരിയൽ ക്രിയേഷൻ, ഭൗതിക ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ തന്നെ പെർമനന്റ് ആയിട്ടുള്ള ശാശ്വതമായിട്ടുള്ള സ്പിരിച്വൽ ആധ്യാത്മിക ക്രിയേഷൻ, ആ ഒരു ലോകത്തെ പറ്റിയിട്ടും പൂർണ്ണമായി അറിഞ്ഞാൽ രണ്ട് സൈഡ് ഓഫ് ഇറ്റ്സ് ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ അല്ലേ. ഒരു കോയിനിന്റെ രണ്ട് ഭാഗങ്ങൾ രണ്ടും തിരിച്ചറിഞ്ഞ് പൂർണ്ണമായി മനസ്സിലാക്കിയാലേ ഭഗവാനെ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. ദാറ്റ് നോളജ് ഷുഡ് ബി കംപ്ലീറ്റ് അല്ലെ. അങ്ങനെ ഒരാൾക്ക് തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് പോയി ഇറ്റേണൽ ലൈഫ്, സച്ചിത് ആനന്ദ എന്ന പൂർണ്ണമായിട്ടുള്ള ഒരു ഹാപ്പി ലൈഫ് ജീവിക്കാൻ പറ്റുള്ളൂ. അതും കഴിഞ്ഞ് നെക്സ്റ്റ് വേഴ്സിലേക്ക് വരുമ്പോ മാറുക ചെയ്യണത്. നോളജിനെ പറ്റിയിട്ടല്ല പറയണത്, പൂർണ്ണമായി ഭഗവാനെ കീർത്തിക്കുക ചെയ്യണത്. ഭഗവാന്റെ ആക്ച്വൽ റിയൽ ഫേസ്, സത്യമായിട്ടുള്ള ആ മുഖം എന്തുകൊണ്ടാ കവർ ആവണത്, എന്തുകൊണ്ടാണ് മറിഞ്ഞിരിക്കുന്നത്? ഭഗവാന്റെ എഫൾജൻസ്, ആ മുഖം അപഹിതം കവേർഡ് ബൈ ഹിരൺമയേന, ഗോൾഡൻ എഫൾജൻസ്. അപ്പോ അത് ഭഗവാനോട് തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നത്, അതൊന്ന് മാറ്റി തന്നാലേ എനിക്ക് ഭഗവാനെ കാണാനെങ്കിലും സാധിക്കുള്ളൂ. അതുകൊണ്ട് പ്ലീസ് ടു യുവർ പ്യുവർ ഡിവോട്ടി ബ്രഹ്മജ്യോതിർ മാറ്റി തരൂ. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അല്ലെ. സോ നൗ ഒരു റീക്യാപ്പ് പെട്ടെന്ന് നടത്തുക. വേഴ്സ് നമ്പർ 15 ആർക്കെങ്കിലും പോയിന്റ്സ് എന്തെങ്കിലും പറയാനുണ്ടാച്ചാൽ പെട്ടെന്ന് പറയൂ. എന്തൊക്കെയാണ് കവർ ആയത് വേഴ്സ് നമ്പർ 15? ഹരേ കൃഷ്ണ. എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സൗണ്ട് ക്ലിയർ അല്ലാന്നോ? ഓക്കെ ഓക്കെ, ഹൗ അബൌട്ട് നൗ? I think now it should be done. Yes. ഹരേ കൃഷ്ണ. ഇപ്പോഴോ ക്ലിയർ അല്ലേ? ഹരേ കൃഷ്ണ. അപ്പൊ ആർക്കെങ്കിലും റീക്യാപ്പ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? യു ക്യാൻ ഷെയർ യുവർ തോട്ട്സ്. ലൈവ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ തന്നെ പറയണം. ഓക്കെ, ഹരേ കൃഷ്ണ. ആർക്കൊന്നും ഷെയർ ചെയ്യാനില്ല? അവസാനം പറയണത് ഭഗവാനെ ആരാധിക്കുന്നവര് ഓഫ്കോഴ്സ് ഭഗവാന്റെ 3 ഫീച്ചേഴ്സിനെയും വേർതിരിച്ച് പറയുന്നുണ്ട്. ആ 3 ഫീച്ചേഴ്സിനും പരമാത്മാ, ബ്രഹ്മൻ പരമാത്മ ആൻഡ് ഭഗവാൻ സ്വയം, ഈ 3 ആസ്പെക്റ്റിനെയും ആരൊക്കെയാണ് വർഷിപ്പ് ചെയ്യണത് എന്ന് പറയുന്നത്. ഇംപേഴ്സണൽ ബ്രഹ്മൻ ഫീച്ചർ, ബ്രഹ്മ ജ്യോതിയിൽ ആ ഒരു ഭഗവാന്റെ ആ ഒരു ഫീച്ചർ, ഫസ്റ്റ് ലെവൽ ഫീച്ചറിന് ആശ്രയിക്കുന്ന ആരാധിക്കുന്നവർ ജ്ഞാനികളാണ്. പരമാത്മ എന്ന ഒരു രൂപം ആരാധിക്കുന്നവരെ യോഗികൾ വിളിക്കും. ഓഫ്കോഴ്സ് ഭക്തന്മാരാണ് ഭഗവാൻ പൂർണ്ണമായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനെ, ഭഗവാനെ ആരാധിക്കുന്നവർ. ജ്ഞാനികൾ എന്താ ചെയ്യുന്നത്? അവർ വേദിക് നോളജ് അവരത് ഡെവലപ്പ് ചെയ്യും. പക്ഷെ അവര് വർക്ക് ചെയ്യണത് കർമ്മകാണ്ഡികളായിട്ടാണ്. യോഗികളും പിന്നെയും ജ്ഞാനികളെക്കാളും വലിയ ഒരു സ്റ്റെപ്പ് മേലെയാണ്. യെസ്, അവർ കോൺസ്റ്റന്റ്ലി ഭഗവാനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയാം. പക്ഷെ ഭക്തിന്റെ ലെവലിൽ എത്തില്ല. പൂർണ്ണമായിട്ടുള്ള നോളജ് കംപ്ലീറ്റ് അല്ല. ഭഗവാനെ തിരിച്ചറിയാൻ ഭഗവാൻ പരമ ദുര്യോത്തമ പുരുഷനാണ് എന്ന് തീർച്ചയായും മനസ്സിലാക്കുന്നവർക്ക് പൂർണ്ണമായിട്ടുള്ള നോളജ് ഉള്ളു. ഭക്തി യോഗ ഫോളോ ചെയ്യുന്ന ആരാണ്, ഭക്തന്മാരാരാണ്, അവർക്ക് മാത്രമേ
നിരന്തരമായി ഭഗവാന്റെ പേഴ്സണൽ സർവീസ് ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ ഒരു വഴിക്ക് ഭക്തിയോഗയുടെ മാർഗത്തിലേക്കാണ് ഈശോപനിഷർ നമ്മളെ നയിക്കുന്നത്. ഹരേ കൃഷ്ണ. നമ്മുടെ ഇന്നത്തെ നമുക്ക് ശ്ലോകം വായിക്കാം. ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങൾ ആർക്കെങ്കിലും പെട്ടെന്ന് വായിച്ചെടുക്കാമോ? ഹരേ കൃഷ്ണ. സമയപരിമിതി ഉള്ളതുകൊണ്ട് we will just start with invocation prayers. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Jnana Timirandhya Jnanjana Shalakaya Chakshurumilitya Tasmai Shri Gurave Namaha. Mukam karoti vachalam pangum yade girimya kripatam vande Shri Gurum Dinatarinam Shri Chaitanyam Parvanandamadhavam Vandeham Shri Gurum Shri Paraparamam Shri Gurum Vaishnavamsha Shri Rupam Sagarjatam Sahagana Raghunatham Idam Sadvaitam Savadutam Parijana Setam Krishna Chaitanya Devam Shri Radha Krishna Padan Saguna Lalita Shri Vishakamitam Shri Krishna Karuna Sindhu Dinabandhu Jagatpate Gopesha Gopika Kanta Radha Kanta Namaste Saptakanta Gaurangi Shri Radhe Vrindavaneshwari Vrishabhanasute Devi Pranamami Hripriye Vancha Kalpataru Vihascha Sindhubhyai Vacha Patitanam Pavanibhyo Vaishnavibhyo Namo Namaha. Jai Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Shiva Sari Gaur Bhaktavrinda. Hare Krishna 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 Hare 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 Rama 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 Hare Hare. Hare Krishna. Archana Mataji mute ചെയ്യാൻ പറ്റുണ്ടോ ഇപ്പോ? റീജോയിൻ ചെയ്താലോ? I don't know what is happening. വേറെ എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുണ്ടോ? ജയന്തി മാതാജി. അപ്പോ വായിക്കാൻ പ്ലീസ് തയ്യാറാകൂ. ടുഡേ വി വിൽ റീഡ് ശ്ലോക നമ്പർ 16 അല്ലെ? I am sharing the screen. Upanishad verse number 16. Poshan ekarshe yamasurya prajapatya vyuharashmi tamohatejo yatte rupam kalyana tamam tatte pashyami yosavasau purushah sohamasmi. Poshan ekarshe yamasudya prajapatya vyuha rashmi samohatejo yatte rupam kalyanathamam tatte pashyami yosavasau purushah sohamasmi. One wants to try or ശ്ലോക വായിക്കാം, അതിന്റെ കൂടെ ട്രാൻസ്ലേഷനും വായിക്കാം. ഹരേ കൃഷ്ണ. പ്ലീസ് വായിക്കൂ. ബുക്ക് കിട്ടിയിട്ടില്ല മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബുധനാഴ്ച കിട്ടുമല്ലോ. ആർക്കെങ്കിലും ഉണ്ടോ? വേറെ ആർക്കെങ്കിലും ബുക്ക് ഉണ്ടായിരിച്ചാൽ? ഇല്ല മാതാജി. സ്ക്രീൻ നോക്കി വായിക്കട്ടെ മാതാജി? ആ മാതാജി, സ്ക്രീൻ നോക്കി വായിക്കാലോ അല്ലെ? സ്ക്രീൻ നോക്കി വായിക്കാം, പക്ഷെ ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ്. മലയാളം വായിച്ച എല്ലാവർക്കും ബുക്ക് ഇല്ലാത്തതുകൊണ്ട് ഗോ വിത്ത് ഇംഗ്ലീഷ്. ശ്ലോകം മാത്രം വേണമെങ്കിൽ വായിക്കാം, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചോളൂ. യെസ്, ബാക്കി വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. പൂഷണ്യേകർഷേയമ സൂര്യപ്രജാപത്യ വ്യൂഹരശ്മിൻ സമൂഹതേജ യത്തേ രൂപം കല്യാണതമം തത്തേ പശ്യാമി യോസാവാസൗ പുരുഷഃ സോഹമസ്മി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ആർക്കെങ്കിലും ശ്ലോക?
Okay, word to word translation. Pushan, O maintainer. Eka, Rishi, the primeval philosopher. Yama, the regulating principle. Surya, the destination of the Surya, great devotees. Prajapatya, the well-wisher of the Prajapatis, progenitors of mankind. Vyuha, kindly remove. Rashmin, the rays. Samuha, kindly withdraw. Tejaha, effulgence. Yat, so that they, your Rupam form. Kalyanatamam, most auspicious. Tat, te. Tat, that. Te, your. Pashyami, I may see. Yaha, one who is. Asav, like the sun. Asav, that. Purushaha, personality of Godhead. Saha, myself. Aham, I, Asmi. And translation. O my Lord, O primeval philosopher, maintainer of the universe, O regulating principle, destination of the pure devotees, well-wisher of the progenitors of mankind, please remove the effulgence of your transcendental rays so that I can see your form of bliss. You are the eternal supreme personality of Godhead, like unto the sun as I am. Like unto the sun as I am. Just ഒരു ലാസ്റ്റ് കൺഫർമേഷൻ ആർക്കെങ്കിലും കയ്യിൽ മലയാളം ബുക്ക് ഉണ്ടോ? ആയിരിക്കെങ്കിലും ഇന്നത്തെ ആർക്കും ഇല്ല. ഓക്കെ ഫൈൻ. സോ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും. ആർക്കെങ്കിലും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പെർപോർട്ടിന്റെ ഭാഗങ്ങൾ പാരഗ്രാഫ്സ് വായിക്കാൻ താല്പര്യമുണ്ടോ? പ്ലീസ് ഗോ അഹെഡ്. Purport and translation by His Divine. Yes, Mataji, that's it. By His Divine Grace, Abhijnaranga Bhaktivedanta Swami Srila Prabhupada. Please read Hare Mataji. Krishna. Hare Krishna. Purport by Srila Prabhupada. Jai Srila Prabhupada. The sun and its rays are one and the same qualitatively. Similarly, the Lord and the living entities are one and the same in quality. The sun is one, but the molecules of the sun rays are innumerable. The sun's rays constitute part of the sun, and the sun and its rays conjointly constitute the complete sun. The sun itself resides the sun god, and similarly, within the supreme spiritual planet, Goloka Vrindavana, from which the Brahma Jyotir effulgence is emanating, the Lord enjoys his eternal pastimes as verified in the Brahma Samhita. Chindamani Pragarasatma Sukalparuksha Laksha Vrudesha Suravira Vipalayantam Lakshmi Sahasrashada Sambrama Sevyamanam Govindamadi Purusham Tamaham Bhajami. I worship Govinda, the primeval Lord, the first progenitor, who is tending the cows, fulfilling all desires in abodes filled with spiritual gems and surrounded by millions of wish-fulfilling bees. He is always served with great reverence and affection by hundreds of thousands of Lakshmis or goddess of fortune. The Brahma Jyotir is The Brahma Jyotir is described in the Brahma Samhita as the rays emanating from the supreme spiritual planet, Goloka Vrindavana, just as the sun's rays emanate from the sun globe. Until one surpasses the glare of the Brahma Jyotir, one cannot receive the information of the land of the Lord. The impersonalist philosophers, blinded as they are by the dazzling Brahma Jyotir, can realize neither the factual abode of the Lord nor his transcendental form. Limited by their poor fund of knowledge, such impersonalist thinkers cannot understand the all blissful transcendental form of Lord Krishna. In this prayer, therefore, Sri Ishopanishad petitions the Lord to remove the effulgent rays of the Brahma Jyotir so that the pure devotee can see his all blissful transcendental form.
Hare Krishna. Mataji muted ആണ്. Thank you, Mataji. Hare Krishna. So, okay. Hare Krishna. ഇവിടെ ശ്രീല പ്രഭുപാദ് തുടങ്ങുന്നത് തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ അല്ല, ഒരു കമ്പാരിസൺ ആണ്. ഭഗവത്ഗീതയുടെ ഏത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എടുത്ത് നോക്കിയാലും ആക്ച്വലി എല്ലാ ചാപ്റ്റേഴ്സിലും ഈ ഒരു സൺ ആൻഡ് സൺറൈസ് കമ്പാരിസൺ എപ്പോഴും വരുന്നതാണ്. അതിലൂടെ ഹി ട്രൈസ് ടു എക്സ്പ്ലെയിൻ പല കാര്യങ്ങളും. അതേപോലെ തന്നെ ഫയർ ചൂട്, തീയും തീന്റെ കൂടെ കണക്റ്റഡ് ആയിട്ടുള്ള ചൂട്, ലൈറ്റും ആൻഡ് ഹീറ്റ് അല്ലെ, ഇതെല്ലാം വൈ ഹിസ് ഗിവിംഗ് us these examples. ഇതിലൂടെ നമുക്ക് എന്താണ് ഭഗവാന്റെ ഒരു സ്പെസിഫിക് ഫീച്ചർ ഉണ്ട്, ദിസ് ആൻഡ് ദിസ്, നോട്ട് ദിസ്, അല്ലെങ്കിൽ വിത്തിൻ ആൻഡ് വിത്തൗട്ട്. ഒരേ സമയത്ത് കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരേ സമയത്ത് രണ്ട് ഫീച്ചേഴ്സ് ഫങ്ഷൻ ചെയ്യണം ഭഗവാന്റെ ആ കപ്പാസിറ്റി. പിന്നെ നമ്മുടെ ഒരു തത്വം പറയുക അചിന്ത്യ ഭേദാഭേദ തത്വം. ചൈതന്യ മഹാപ്രഭുവാണ് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന് മുമ്പ് ആർക്കും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനോ വിവരിക്കാനോ സാധിച്ചിട്ടില്ല. സോ ഓൺലി ത്രൂ ശ്രീമൻ ചൈതന്യ മഹാപ്രഭു ഈ ഒരു കോൺസെപ്റ്റ് ഭഗവാൻ നമ്മളിലേക്ക് അത് റിവീൽ ചെയ്യാണ്. നേരെ തന്നെ സ്റ്റാർട്ടിങ് തന്നെ ശ്രീല പ്രഭുപാദ് പർപ്പോട്ടിൽ തുടങ്ങുന്ന എന്താണ്, സൂര്യനും സൂര്യരശ്മികളുടെ ക്വാളിറ്റി ഒന്ന് തന്നെയാണ്. സെയിം വേറെ എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാൻ പറ്റും? ഇതേ മാതിരിയുള്ള എക്സാമ്പിൾസ് വേറെ ഏതൊക്കെയാണ് നിങ്ങൾ വായിച്ചതില്, ശ്രീല പ്രഭുപാദിന്റെ പർപ്പോട്ടിൽ വായിച്ചതിൽ വേറെ ഏതെങ്കിലും എക്സാമ്പിൾസ് വന്നിട്ടുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പിൻ പോയിന്റ് ചെയ്യാൻ പറ്റുമോ? സാൾട്ട് ആൻഡ് സീ വാട്ടർ. ഹരേ കൃഷ്ണ. സീ വാട്ടർ ആൻഡ് സോൾട്ട്, വെരി ട്രൂ. പിന്നെ എനിത്തിങ് എൽസ്? Salt and തീപ്പൊരിയും തീയും. യെസ്. പിന്നെ വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്, ട്രെയിന് ആദ്യം കേൾക്കുന്നത് സൗണ്ട്, അല്ലെങ്കിൽ ആദ്യം സൗണ്ട് പിന്നെ ലൈറ്റ് പിന്നെയാണ് ട്രെയിൻ. അതല്ല പൂർണ്ണമായിട്ടുള്ള ഒരു ഫുൾ ബോഡി. സോ ഓൾ ദീസ് കോൺസെപ്റ്റ്സ് പ്രഭുപാദ് അത്രയും ഭംഗിയിൽ, ഈവൻ നമ്മൾ സംസാരിക്കുമ്പോ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നുണ്ടല്ലോ, അത്രയും യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണ് ഈ എക്സാമ്പിൾസ്. അതിലൂടെ നമ്മളെ ആക്കിക്കാൻ ശ്രീല പ്രഭുപാദ് ശ്രമിക്കുകയാണ്. ഡൺ എ വണ്ടർഫുൾ ജോബ് അല്ലേ? പറയുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ക്വാളിറ്റേറ്റീവ്ലി വൺ എന്നാ സെയിം അല്ല ക്വാണ്ടിറ്റേറ്റീവ്ലി. നമ്മുടെ അതേപോലെ തന്നെ പരമാത്മ ആൻഡ് ജീവാത്മ ഫീച്ചർ അല്ലെ, സെയിം തിങ്. വാട്ട് ഈസ് ഹി ട്രൈങ് ടു ടെൽ ഹിയർ? സൂര്യന്റെ ഭാഗമാണ് സൂര്യരശ്മികൾ, ചൂടും. ഓക്കെ, അപ്പോ സൂര്യനും സൂര്യരശ്മികൾ ഒരുമിച്ച് ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ് സൺ അല്ലെങ്കിൽ കംപ്ലീറ്റ് സൺ എന്ന് പറയുന്നത്, റൈറ്റ്? അപ്പോ സൂര്യൻ, ആ സൂര്യൻ എന്നൊരു പ്ലാനറ്റ് ആണ് ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ ആയിക്കോട്ടെ സ്റ്റാർ. അതിൻ്റെ ഉള്ളില് സൂര്യ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഭഗവാൻ ഭൂലോക വൃന്ദാവനത്തിൽ ഭഗവാന്റെ ധാമമാണത്. പക്ഷെ അവിടെ നിന്നും ഉത്ഭവിക്കുന്നതാണ് ഈ ബ്രഹ്മജ്യോതി. അതെന്താണ്? ഭഗവാന്റെ സ്വന്തം ദേഹത്തിൽ നിന്നും വരുന്ന ഒരു ലൈറ്റ് ആണ്, വിച്ച് ഇസ് ആക്ച്വലി പറയുന്നുണ്ടല്ലോ സ്പിരിച്വൽ വേൾഡിൽ ആ ധാമത്തിൽ സൂര്യനും ഇല്ല, ചന്ദ്രനും ഇല്ല, ഇലക്ട്രിസിറ്റിയും ഇല്ല അല്ലെ? അതേതാ ശ്ലോകം ആർക്കെങ്കിലും ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ?
അങ്ങനത്തെ ധാമത്തിലേക്ക് തിരിച്ചു പോയാൽ വരില്ല. അതൊരു എക്സ്പ്ലനേഷൻ ആണ്. അങ്ങനത്തെ ധാമമാണ് എന്റെ. യദ്ഗത്വാ ന നിവർത്തന്തെ തദ്ധാമ പരമം മമ. ന സൂര്യോ ന ശശാങ്കോ ന പാവകഃ. അല്ലെ? സോ ഇതെല്ലാം അപ്പൊ അവിടുത്തെ ലൈറ്റിംഗ് ഭഗവാന്റെ ദേഹത്തിൽ നിന്നാണ് വരുന്നത്. ഓൾ ദി വൈകുണ്ഠ പ്ലാനറ്റ്സിലേക്കും ആ വൈഭവമാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഭഗവാനിൽ നിന്നും വരുന്ന ആ ജ്യോതിർലാണ് ഈ പ്ലാനറ്റ്സേ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ ഒരു ലിമിറ്റ് കഴിഞ്ഞ് ഒരു പോർഷനിലേക്ക് വരുമ്പോഴാണ് ഭഗവാന്റെ ആ ജ്യോതിയിൽ നിന്നും ബ്രഹ്മജ്യോതിന്റെ ഒരു പോർഷൻ പ്രോബബിളി ഈ മെറ്റീരിയൽ വേൾഡിലേക്ക് കിട്ടും. പക്ഷെ പിന്നെയും താഴോട്ടുള്ള ഹരേ കൃഷ്ണ, താഴോട്ടുള്ള പ്ലാനറ്റ്സിലേക്ക് പോകുമ്പോ, പ്ലാനറ്ററി സിസ്റ്റംസിലേക്ക് പോകുമ്പോ ആ ലൈറ്റ് ഭഗവാന്റെ സ്വന്തം ബ്രഹ്മജ്യോതി എത്തിപ്പെടാത്ത സ്ഥലങ്ങളാണ് ലോവർ പ്ലാനറ്ററി സിസ്റ്റംസ്. ഹരേ കൃഷ്ണ. Okay, some confusion. So ഈ ഒരു കോൺസെപ്റ്റ് വിത്തിൻ ആൻഡ് വിത്തൗട്ട്, അല്ലെങ്കിൽ ആ അചിന്ത്യ ഭേദ തത്വം ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശ്രീമൻ ചൈതന്യ മഹാപ്രഭു മാത്രമാണ്. അതിന് മുമ്പ് അഫ്കോഴ്സ് ബ്രഹ്മസംഹിത റെഫർ ചെയ്തിട്ട് എന്താ പറയുന്നത്? ഭഗവാന്റെ ആ ധാമത്തെ പറ്റിയിട്ടാണ് വിവരിക്കുന്നത്. ചിന്താമണി പ്രകര സദ്മസു കൽപ്പവൃക്ഷ. കൽപ്പവൃക്ഷങ്ങൾ ഉണ്ട്. ലക്ഷ വൃത്തേഷു സുരഭിരഭിപാലയന്തം. fulfilling all desire fulfilling cows. അല്ലാതെ എന്താണ് സഹസ്ര ലക്ഷ്മി സഹസ്ര ഇങ്ങനത്തെ ധാമമാണ് ഭഗവാൻ. ആ ധാമത്തെ പോലും കവർ ചെയ്യണതാണ് ഈ ലൈറ്റ്. ബ്രഹ്മജ്യോതി is described in ബ്രഹ്മസംഹിത, അല്ലെ? That's what we just read. ഇങ്ങനെയാണ് സൂര്യൻ എന്ന ഒരു ഗ്ലോബിൽ നിന്ന് ഈ രശ്മികൾ പടർന്നു വരുന്നത്. അതേപോലെ തന്നെയാണ് ഗോലോക് വൃന്ദാവൻ എന്ന ധാമത്തിൽ നിന്നും സ്പ്രെഡ് ആണ് ആ എഫൾജൻസ്. സോ പിന്നെ ശ്രീ പ്രഭുപാദ് പറയുന്നത് ഈ ജ്യോതിരി ബ്രഹ്മജ്യോതിരിനെ മറികടന്ന് മുന്നോട്ട് പോവാത്ത ഒരു വ്യക്തിക്കും ഭഗവാനെ ഭഗവാൻ അസൈൻ മാറ്റി നിർത്തിയിട്ട് ഭഗവാന്റെ ധാമത്തെ പറ്റി പോലും തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. ഇവിടെയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ ലാസ്റ്റ് പാരാഗ്രാഫിൽ വന്ന അവരുടെ ലിമിറ്റേഷൻസ്. ജ്ഞാനികൾ, യോഗികൾ, ഭക്തന്മാര്, ഇവരുടെ നോളജിന്റെ ലിമിറ്റ് വരുന്നത്. ആൻഡ് അവരുടെ ഗോൾ അല്ലെങ്കിൽ അവരുടെ എയിം, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ലിമിറ്റേഷൻ, ഡെസ്റ്റിനി ലിമിറ്റേഷനും ഈ ബ്രഹ്മജ്യോതിർ ബേസ് ചെയ്തിട്ടാണ്, അല്ലെ? യെസ്. ആൻഡ് വൈ ഇംപേഴ്സണൽ ഫിലോസഫേഴ്സ്, ജ്ഞാനികൾ അവർ ഭഗവാന്റെ ഈ തേജസ് കാരണം കൊണ്ട് അവരുടെ കണ്ണുകൾ അല്ലെങ്കിൽ ദേ ആർ ബ്ലൈൻഡഡ് ബൈ, അവർക്ക് അതിന്റെ മുന്നോട്ട് കാണാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. അപ്പൊ ഇവരുടെ നോളജ് അത്രയും ലിമിറ്റഡ് ആയതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാം ഭഗവാൻ പൂർണ്ണമായിട്ടുള്ള ഒരു സച്ചിദാനന്ദ വിഗ്രഹമൂർത്തിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഒരു പേഴ്സണാലിറ്റിയാണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിവില്ല. ദേ ഡോണ്ട് ഹാവ് ദി കപ്പാസിറ്റി എന്നാണ് ശ്രീല പ്രഭുപാദ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു ശ്ലോകം ഒരു പ്രാർത്ഥനയാണ്. ശ്രീ വിശ്വാമിത്രേശ്വർ ഭക്തി മാർഗത്തിൽ നമ്മളെ നയിക്കുന്നു. അതുകൊണ്ട് ഭഗവാനോട് ഈ ഒരു വേഴ്സിലൂടെ യാചിക്കുകയാണ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയാണ്, ദയവായി ഈ ഒരു രശ്മി ഏതാണ് രൂപ കല്യാണതമം, മോസ്റ്റ് ഓസ്പീഷ്യസ് ഫോം രൂപ കല്യാണതമം കാണിച്ചു തരാനായിട്ട് ദയവ് കാണിക്കൂ. എങ്ങനെയാണ്? അസൗ ഐ മേ സീ, ഇങ്ങനെയാണ് സൂര്യനെ കാണാൻ സാധിക്കുക. സൂര്യരശ്മികളെ നമുക്ക് രശ്മികൾ കാരണം കൊണ്ട് ഫുൾ ലൈറ്റ് ഉണ്ട്, പക്ഷെ നമുക്ക് എത്ര നേരത്തേക്ക് ആ ഒരു ഗ്ലോബിനെ കാണാൻ പറ്റും? സാധിക്കില്ല. ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട്. സോ പ്ലീസ് റിമൂവ് ദാറ്റ് എഫൾജൻസ്. ബ്ലൈൻഡിങ് ആണെന്നതാണ്. ഈവൻ ഭഗവാൻ മുന്നിൽ വന്ന് നിന്നാലും യു വിൽ ജസ്റ്റ് സീ എ ലൈറ്റ്. പല സമയത്തും അസുരന്മാരുടെ പ്രഭാവം അല്ലെങ്കിൽ പ്രശ്നം കാരണം കൊണ്ട് എല്ലാ ദേവന്മാരും ബ്രഹ്മാവിന്റെ പിന്നാലെ നിന്ന് മിൽക്കി ഓഷൻ, ആ സാഗരത്തിന്റെ തീരത്തിൽ ഭഗവാൻ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുമ്പോഴും വളരെ ചുരുക്കം ആ ഒരു ദേവഗണങ്ങളുടെ
നടുവിൽ നിന്ന് വളരെ ചുരുക്കം പേർക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. ബാക്കിയുള്ളവർക്ക് അശരീരി മാത്രമേ കേൾക്കുള്ളൂ. സ്പെഷ്യൽ ഡിവോട്ടീസ് ലൈക്ക് ലോർഡ് ബ്രഹ്മ, ലോർഡ് ശിവ, അവർക്ക് ഭഗവാനെ നേരിട്ട് ചതുർഭുജമായിട്ടുള്ള അനന്തശേഷന്റെ മേലെ കിടക്കുന്ന ഭഗവാനെ കാണാൻ പോലും സാധിക്കില്ല ദേവന്മാർക്ക്, ദേവഗണങ്ങൾക്ക്, റൈറ്റ്? അത് അപ്പോഴും അത് ലൈറ്റ് മാത്രം. അവര് കണ്ണും മൂടി ദേ വിൽ ബി ഡൂയിങ് സാഷ്ടാംഗം പ്രണാമം. നേരിട്ട് കാണാനുള്ള വളരെ റെയർ ഓപ്പർച്യൂണിറ്റീസേ ഉള്ളൂ. ഐ തിങ്ക് ഐ ടോൾഡ് ദിസ് ഇൻ ദി ലാസ്റ്റ് ലെക്ചർ. സോ ഫസ്റ്റ് 2 പാരഗ്രാഫിലൂടെ ശ്രീ പ്രഭുപാദ് പൂർണ്ണമായി തർപ്പിച്ച് പറയുകയാണ്, വ്യൂഹ രശ്മി, ആ രശ്മികളെ മാറ്റണം, വ്യൂഹം റിമൂവ് ചെയ്താല് അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഭഗവാൻ ബ്രഹ്മജ്യോതിരിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആ സോഴ്സ് ഭഗവാനെ കാണാൻ സാധിക്കുള്ളൂ. ഇനി നമുക്ക് സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് പാരഗ്രാഫ് വായിക്കാം. ലോട്ട് ഓഫ് ടൈം. Shall I read? നമുക്ക് റൈറ്റ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. ഹരേ കൃഷ്ണ. യെസ്. In his Bhagavata Sandarbha, Jiva Goswami states, the complete conception of the absolute truth is realized in the personality of Godhead. Because he is almighty and possesses transcendental potency. The full potency of the absolute truth is not realized in the Brahman. Therefore, Brahman realization is only partial realization of the personality of Godhead. All on its sages, the first syllable, Bhagavan, has 2 meanings. The first one is one who fully maintains, and the second is guardian. The second syllable, Ga, means guide, leader, creator. Syllable 1 indicates that every living being lives in him and that he also lives in every living. And in other words, the transcendental sound Bhagavan represents infinite knowledge, potency, energy, opulence, strength, influence, all without a tinge of material inertity. So, Bhagavan എന്ന വാക്കിന്റെ ഡെഫിനിഷൻ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. വിൽ റീഡ് ദ നെക്സ്റ്റ് പാരഗ്രാഫ് ഓൾസോ. എല്ലാവർക്കും കാണുന്നു എന്ന് വിശ്വസിക്കുന്നു. സ്ക്രീൻ ഷെയർ ചെയ്ത്. The Lord fully maintains his unalloyed devotees and he guides them progressively on the path toward devotional perfection. As the leader of his devotees, he ultimately awards the desired results of devotional service by giving himself to them. The devotees of the Lord see the Lord eye to eye by his causeless mercy. Thus, the Lord helps his devotees reach the supermost spiritual planet, Goloka Vrindavana. Being the creator, he can bestow all necessary qualifications upon his devotees so that they can ultimately reach him. God is the cause of all causes. In other words, there is nothing that caused him. He is the original cause. Consequently, he enjoys his own self by manifesting his internal potency. The external potency is not exactly manifested by him, but he expands himself as the Purusha, and it is in these forms that he maintains the features of the material manifestation. Such expansion creates, annihilates the cosmic manifestation. Okay, so ഇവിടെ ഈ 2 പാരഗ്രാഫിലായിട്ട് ആദ്യം എനിക്ക് നിങ്ങളോടുള്ള ചോദ്യമാണ്, ഇവിടെ ശ്രീ ജീവ ഗോസ്വാമിന്റെ ഡെഫിനിഷൻ ഓഫ് ദ വേർഡ് ഭഗവാൻ നമുക്ക് ഇവിടെ ആദ്യമായിട്ട് വായിക്കാൻ കിട്ടി. പക്ഷെ ഇതല്ലാതെ ഭഗവാൻ എന്ന വാക്കിന് വേറൊരു ഡെഫിനിഷൻ ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു രീതിക്ക് ഡെഫിനിഷൻ ആർക്കെങ്കിലും കേട്ടിട്ടുണ്ടോ? ഭാഗ ആൻഡ് വാൻ വായിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഒരു അനദർ ഡെഫിനിഷൻ ഉണ്ട്, വെരി ഫേമസ് ഡെഫിനിഷൻ. ഭഗവാൻ എന്ന വാക്കിന് അർത്ഥം ഭഗവത്ഗീതയില് എപ്പോഴും റെഫർ ചെയ്ത് വരുന്ന ശ്ലോകമുണ്ട്. ആർക്കെങ്കിലും അത് കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഹരേ കൃഷ്ണ. എന്താ? യെസ് മാതാജി. ഭഗവാൻ എന്ന വാക്കിന് വേറൊരു രീതിക്ക് ഡെഫിനിഷൻ ജീവഗോസ്വാമി അല്ലാതെ there is another definition. അതാണ് സാധാരണ നമ്മൾ വായിക്കാൻ കിട്ടാറുള്ളത്. ഭഗവാൻ എന്ന വാക്കിനെ 2ആയി തിരിച്ചിട്ട് ഭഗ ആൻഡ് വാൻ. ഈ ഭഗ എന്ന വാക്കിന് ഒപ്യുലൻസസ് ആണ് അർത്ഥം.
അതിവിടെയും ആ ഒരു അർത്ഥം വരുന്നുണ്ട്. ഗ അല്ല, ഇവിടെ അങ്ങനത്തെ ഒരു അർത്ഥം വരുന്നില്ല. എന്നാൽ ക്രിയേറ്റർ എന്ന അർത്ഥമായിട്ടാണ് വരുന്നത്. ഭഗ എന്ന വാക്കിന് അർത്ഥം വരുന്നത് പൊട്ടൻസി, എനർജീസ്, ഒപ്യുലൻസസ്. അതുകൊണ്ട് ആൻഡ് വൺ ഇസ് ദി ഓണർ ഓർ വൺ ഹു ഹാസ്. അങ്ങനെയാവുമ്പോൾ ഭഗവാൻ ഇസ് ദ വൺ ഹു ഹാസ് ഓൾ ദി ഒപ്യുലൻസസ് ഇൻ ഫുൾ പെർസെന്റേജ്, അല്ലെ? ഭഗവാൻ ആകുന്നു. അല്ലെങ്കിൽ വേറെ ആർക്കും പൂർണ്ണമായിട്ട് 6 പൊട്ടൻസീസിന് എന്താ മലയാളത്തിൽ പറയാ? ഹരേ കൃഷ്ണ. പൊട്ടൻസീസ്, ഒപ്യുലൻസസിന് മലയാളത്തിൽ എന്താ പറയാ? ഓക്കെ, 6 പ്രഭാവം എന്ന് പറയാം. പ്രഭാവം, ഭഗവാന്റെ പ്രഭാവം. ഈ 6 ശക്തി, all beauty, all strength, all knowledge, all wealth and renunciation. ഈ 6 കാറ്റഗറിയിലും പൂർണ്ണമായിട്ടുള്ള 100% ആർക്കാണ് ഇതെല്ലാം പൂർണ്ണമായിട്ടുള്ള അദ്ദേഹത്തെയാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഇസ് വൺ ഡെഫിനിഷൻ, കോമൺ ഡെഫിനിഷൻ. ജീവഗോസ്വാമി ഈ വാക്കിനെ 3 സ്പ്ലിറ്റ് ചെയ്തിട്ട് പറയാണ്. എന്താണ്? ഭഗവാന്റെ ആദ്യത്തെ വാക്കല്ല, പോർഷൻ. അതിനെ വൺ ഹു ഫുള്ളി മെയിൻറ്റെയിനറും ഗാർഡിയനുമായിട്ടാണ് എന്ന ആ ഒരു പോർഷന്റെ സിലബിളിന്റെ അർത്ഥം വരുന്നത്. ഗൈഡ്, ലീഡർ, ക്രിയേറ്റർ, നയിക്കുന്നത്, അല്ലെങ്കിൽ കൺട്രോളർ എന്ന് അർത്ഥം വരുന്നു. ലാസ്റ്റിലുള്ള വാൻ എന്താണ്? ഭഗവാനിൽ നമ്മളെല്ലാം ജീവിക്കുന്നു, ഭഗവാൻ നമ്മളുടെ ഉള്ളിലും അംശമായി ജീവിക്കുന്നു. സോ അങ്ങനെ വരുമ്പോൾ the transcendental sound of Bhagavan represents infinite knowledge, potency, energy, opulence, strength, influence, all without a tinge of material inability. ഇതും ഒരു ഡെഫിനേഷൻ ആണ്. ഈ ഒരു കാര്യം പോലും, ദാറ്റ് ഇസ് ഭഗവാന്റെ ആ വാൻ എന്ന പോർഷന് പോലും നമുക്ക് അഭേദ തത്വത്തിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എല്ലാവരും എന്ത് ക്രിയേറ്റഡ് ആണ്, അതെല്ലാം ഭഗവാന്റെ അംശമാണ്, ഭഗവാനിൽ ആണ് സ്ഥിതിക്കുന്നത്. അതേപോലെ തന്നെ ഭഗവാൻ എല്ലാ ജീവാത്മാക്കളിലും ഭഗവാൻ ഒരു പോർഷനായി ഇരിക്കുന്നത് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ ഭഗവാൻ നമ്മളെ നയിക്കണം, എന്നാലേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ത്രൂ അചിന്ത്യ ഭേദ തത്വം. പക്ഷേ ഇതിൽ വേറൊരു നല്ലൊരു പോർഷൻ എന്താണെന്ന് വെച്ചാൽ, ഗൈഡ് എന്ന, അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ എന്നൊരു റോൾ ഭഗവാൻ ഇവിടെ എടുക്കുന്നത്. ഇങ്ങനെ ആരൊക്കെയാണോ ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ളത്, ഭക്തന്മാർക്ക് ഭഗവാൻ സ്പെഷ്യലി ഗൈഡ് ചെയ്യും. ആ മാർഗത്തിലേക്ക് ഭഗവാൻ തന്നെയാണ് നയിക്കുന്നത്. അതുകൊണ്ടല്ലേ പറയണം, ഭഗവാനെ മനസ്സിലാക്കാനുള്ള ശക്തി ഭഗവാൻ തന്നെ തരണം, ഭഗവാനെ മനസ്സിലാക്കാനുള്ള ആ ഒരു ബുദ്ധി, ഇന്റലിജൻസ് ഭഗവാൻ തന്നെ തരണം. ദാറ്റ് ഈസ് ഹിസ് മേഴ്സി. പൂർണ്ണമായിട്ട് ഭഗവാനെ വിശ്വസിച്ച് ആശ്രയിക്കുന്ന ഭക്തന്മാരെ ഭഗവാൻ തന്നെയാണ് നയിക്കുന്നത്. ഏതിലൂടെ? ഡിവോഷണൽ സർവീസിലൂടെ. അപ്പൊ അവർക്ക് ആഗ്രഹിക്കുന്ന ആ ഭക്തിയുടെ സേവനം പോലും ഭഗവാൻ സ്വയമാണ് നൽകുന്നത്. ഫൈനലി അൾട്ടിമേറ്റ്ലി എന്താണ് ഭഗവാന്റെ ആ കാരുണ്യത്തിന്റെ ആ അവസാനം, പൂർണ്ണമായിട്ടുള്ള ഉത്തമമായിട്ടുള്ള ലെവലിൽ എന്താണ്? ഭഗവാനെ നേരിട്ട് കാണാൻ പോലും സാധിക്കും. ഇറ്റ് ഈസ് പോസിബിൾ, ബട്ട് ഇറ്റ് ഷുഡ് ബി ത്രൂ ദ മേഴ്സി ഓഫ് ദ ലോർഡ്. അതെല്ലാം സാധിക്കും, നമ്മൾ എത്ര ശ്രമിച്ചാലും. ദാറ്റ് ഇസ് വൈ ദാമോദർ ലീല നെക്സ്റ്റ് ഈ മാസം അവസാനമായിട്ട് we are having our Kartik Mahina. One of the most important lessons ദാമോദർ ലീലയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ്? 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ എഫേർട്ട്, നമ്മൾ ഇടുന്ന എഫേർട്ട്. അതിലുപരിയാണ് ഭഗവാൻ ഇച്ഛിച്ചാലേ എന്ത് കിട്ടുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ആ ശ്രമത്തിന് നമ്മൾ എന്തിനാണ് ശ്രമിക്കുന്നത് അത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ആ സാധ്യത, സെക്കൻഡ് പോർഷൻ ഓർ മോർ ഇമ്പോർട്ടന്റ് പോർഷൻ ഭഗവാന്റെ
മേഴ്സി കാരുണ്യം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഇതിൽ ഈ ഒരു 4th പാരഗ്രാഫിൽ പിന്നെയും പറയണത് എന്താണ്? ഭഗവാൻ സ്പിരിച്വൽ വേൾഡിനെ പൂർണ്ണമായിട്ട് ഭഗവാനാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. പക്ഷെ മെറ്റീരിയൽ വേൾഡ്, ഭൗതിക ലോകത്തെ ഭഗവാൻ സ്വന്തമായിട്ട് സ്വന്തം എഫേർട്ട് അല്ലെങ്കിൽ പേഴ്സണലി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനായിട്ടാണ് ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഭഗവാന്റെ രൂപത്തിൽ നിന്നും സ്പ്രെഡ് അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഡിഫറെന്റ് രൂപങ്ങളുണ്ട്. ഓൾ ദി ചതുർവ്യൂഹ forms, Vishnu Murti, all these expansions, all the Purusha expansions, ഇവരൊക്കെയാണ് മെറ്റീരിയൽ വേൾഡിനെ മെയിൻറ്റെയിൻ ചെയ്യണത്, മാനിഫെസ്റ്റ് ചെയ്യണത്. അപ്പൊ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഓഫ്കോഴ്സ് ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജി, ഈ മഹാമായാദേവി ഉണ്ട്. അങ്ങനെയാണ് ഈ കോസ്മിക് മാനിഫെസ്റ്റേഷൻ. അതല്ലാതെ ഭഗവാൻ പേഴ്സണലി ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. എന്നാലോ ഈ ഭൗതിക മാനിഫെസ്റ്റേഷനിൽ ഏതൊക്കെ ജീവാത്മാവ് ഉണ്ട് അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഭഗവാനാണ്. പക്ഷെ ആസ് പരമാത്മാ ഫീച്ചർ എന്നാലും ഭഗവാൻ കൂടെ ഉണ്ട്. ഇത്രയൊക്കെ ഭൗതിക ലോകത്തിൽ ഈ ക്രിയേഷൻ എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്യല്ല. എന്നാൽ എല്ലാ ജീവാത്മാവിന്റെ കൂടെ ഭഗവാൻ പരമാത്മാവായിട്ട് പേഴ്സണലി നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ഈ കല്യാണതമം എന്ന് ശ്ലോകത്തിൽ പറയുന്ന ആ most auspicious form, ഭഗവാൻ ഫോം, പൂർണ്ണമായിട്ടുള്ള അൾട്ടിമേറ്റ് റിയലൈസേഷൻ എന്ന ഭഗവാൻ ഫീച്ചർ ആണ് കംപ്ലീറ്റ് നോളജ്, കംപ്ലീറ്റ് റിയലൈസേഷൻ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. The living entities are also differentiated expansions of the Lord's self, and some of them desire to be lords and imitate the Supreme Lord. He allows them to enter into the cosmic creation with the option to fully utilize their propensity to lord it over nature. Because the present version paths and passes, living entities, the entire phenomenal world is stirred into action and reaction. As the living entities are given full facilities to lord it over material nature. But the ultimate controller is the Lord himself in his plenary feature as Paramatma, Super Soul, who is one of the Purushas. There is a gulf of difference between the living entity Atma and the controlling Lord Paramatma, the soul and the super soul. Paramatma is the controller and the Atma is the controller. Therefore, they are in different categories. Because the Paramatma fully cooperates with the Atma, he is known as the constant companion of the living being. Second. Okay, last paragraph. ഇവിടെ പാരഗ്രാഫ്സിലൂടെ we are able to understand എന്താണ് സോഹം അസ്മി. സോഹം അസ്മി ശ്ലോകത്തിന്റെ ലാസ്റ്റ് പോർഷനിൽ സോഹം അസ്മി, ജസ്റ്റ് ആസ് ഐ ആം എന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് ആസ് ഐ ആം, ഒരു ശ്ലോകത്തിൽ ഞാൻ ഉള്ളതുപോലെ എന്ന് പറയുമ്പോൾ അവിടെ അവന് പിന്നാലെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. അതാരാണ്? സാധാരണ ഒരു പ്രാർത്ഥന ഒരു ഡിവോട്ടിന്റെ വായിൽ നിന്ന് ഒരു പ്രേയേഴ്സ് അല്ലെങ്കിൽ ധ്രുവ പ്രേയേഴ്സ്, പ്രഹ്ലാദ് മഹാരാജ് പ്രേയേഴ്സ്, കാരണം നമുക്ക് അറിയാം അത് ആരാണ് അവിടെ സംസാരിക്കുന്നത് അല്ലെ. പക്ഷെ ഇവിടെ ഇറ്റ് ഇസ് എ ബിറ്റ് കൺഫ്യൂസിങ്. വൈ സോ? ശ്രീ ഈശോപനിഷത്ത് ആരാണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ മുഖത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് നമുക്ക് അറിയല്ല. ദി തിങ് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് എൻ ഉപനിഷത്ത്. ഈ ഉപനിഷത്ത് ആയതുകൊണ്ട് നമ്മളൊന്ന് റിസർച്ച് ചെയ്ത് നോക്കിയാൽ വേദാസ് പെർസോണിഫൈഡ് ആണ് ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട്, ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് വേദാസ് പെർസോണിഫൈഡ് ഒരു പുരുഷന്റെ ഒരു ഫോമിൽ, വ്യക്തിയുടെ ഒരു രൂപത്തിൽ വേദങ്ങൾ ആണ് ഭഗവാനെ കീർത്തിക്കുന്നത്. വേദാസ് പെർസോണിഫൈഡ് വേറെ ആരുമല്ല, ഭഗവാൻ സ്വയമാണ്. അതെല്ലാം it was in format, that is only through വാക്കുകൾ അല്ലെങ്കിൽ സൗണ്ട് വൈബ്രേഷൻസിൽ മാത്രമായിരുന്നു ഈ വേദങ്ങൾ എല്ലാം എക്സിസ്റ്റ് ചെയ്യണ്ടായിരുന്നത്. അതിനെ പിന്നീട് ഭഗവാൻ സ്വയം വ്യാസദേവരുടെ രൂപത്തിൽ വന്ന് കമ്പൈൽ എഴുതിയതാണ് അല്ലെ. സോ ശ്രുതി ഫോർമാറ്റിൽ നിന്നും എഴുത്തുള്ള ഫോർമാറ്റിലേക്ക് ഭഗവാൻ തന്നെ വന്ന്
ബുക്സ് ആക്കി മാറ്റിയത്. എന്നാൽ ഇതെല്ലാം ഭഗവാൻ സ്വയമാണ് പറയുന്നത്. വേദാസ് personified is Krishna himself. ചില ഭാഗത്ത് ഈവൻ ലോർഡ് ഗരുഡ is mentioned as the Vedas personified. ഓഫ് കോഴ്സ് ഭഗവാന്റെ എക്സ്പാൻഷൻ തന്നെയാണല്ലോ ഇവിടെ പ്രഭുപാദ് is describing. എന്താണ്? ഭഗവാനും ഉണ്ട്, ജീവാത്മാക്കളും ഉണ്ട്. ജീവാത്മാക്കൾ ഭഗവാന്റെ പോർഷൻ ആണ്. എന്നാൽ there is a huge difference. അപ്പോഴേ മാതാജി പറഞ്ഞ പോലെ സോൾട്ട് വാട്ടർ അല്ലെ, ഓഷനിലുള്ള സോൾട്ട് വാട്ടറും ഓഷനിൽ നിന്നും സാഗരത്തിൽ നിന്നും എടുത്തിരിക്കുന്ന ചില തുള്ളികളും അതേ പോർഷൻ, അതേ കെമിക്കൽ കോമ്പസിഷൻ ആയിരിക്കും, അതേ ക്വാളിറ്റിയിൽ ഒന്ന് തന്നെ ആയിരിക്കും. പക്ഷെ നോട്ട് ദ സെയിം അല്ലെ. ഒരു മഗ് ഓഷൻ വാട്ടർ എടുത്ത് ഇത് ഓഷൻ ആണ് അല്ലെങ്കിൽ ഇത് സാഗരമാണ് ഇത് കടലാണെന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ. ദാറ്റ്സ് നോട്ട് പോസിബിൾ. സെയിം തിങ്. ട്രെയിനിന്റെ എക്സാമ്പിൾ എടുത്താലും അല്ലെ, തീയും ചൂട്, ഈ ചൂടാണ് തീ എന്ന് പറഞ്ഞാൽ യു കെ നോട്ട് അക്സെപ്റ്റ് ഇറ്റ്. ഇറ്റ് ഇസ് എ പോർഷൻ ഓഫ് കമ്മിങ് ഫ്രം ദ ഫയർ. ട്രെയിൻ, ആ മുന്നിലുള്ള വലിയ ലൈറ്റ് ആണ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല. കേൾക്കുന്ന ആ ശബ്ദം അതാണോ? അതുമല്ല. ഓൾ ദീസ് തിങ് കമ്പൈൽസ് ടുഗദർ ടു ബിക്കം ദി ട്രെയിൻ. സോ എന്തിനാണ് ഈ മെറ്റീരിയൽ ക്രിയേഷൻ ഭഗവാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ബിക്കോസ് ഭഗവാൻ എല്ലാത്തിന്റെയും നാഥനായതുകൊണ്ട് ചിലപ്പോൾ ചില ജീവാത്മാക്കൾക്ക് ഭഗവാനെ പോലെ എനിക്കും ചില കാര്യങ്ങളുടെ നാഥനാണ്, മാസ്റ്റർ ആവണം എന്ന ഒരു അഹങ്കാരം, റോങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് വരുമ്പോഴാണ് ശരി, അതുപോലും ഭഗവാൻ ആ ഒരു ആഗ്രഹം പോലും സാധിച്ചു തരാൻ ഭഗവാൻ താല്പര്യപ്പെടുമ്പോഴാണ് ശരി ഇവിടെ പറ്റില്ല, മെറ്റീരിയൽ വേൾഡിലേക്ക് പൊക്കോളൂ. എന്നാലോ അവളെല്ലാം ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസൽസ് ആണ്. അതും ജീവാത്മാക്കളും മെറ്റീരിയൽ വേൾഡിന്റെ ഉള്ള കോമ്പസിഷൻ എല്ലാം കൂടെ കൂട്ടുവിടുമ്പോഴാണ് ആക്ഷൻ റിയാക്ഷൻ കർമ്മബന്ധ എന്ന് ഫോർം ആവുന്നത്. എന്നാലോ ഇത്രയൊക്കെ ഫെസിലിറ്റീസ് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്താലും നമ്മൾ ആ ഒരു മായ കോൺസെപ്റ്റിലാണ്, അണ്ടർ മായ ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നൊരു മിസ്കൺസെപ്ഷൻ വരും. ബട്ട് നോ, കൃഷ്ണ ഇസ് ദി അൾട്ടിമേറ്റ് കൺട്രോളർ, ഓർ ആസ് പരമാത്മ ഹി ഇസ് ദി കൺട്രോളർ. സോ ദർ ഇസ് എ ഗൾഫ് ഓഫ് ഡിഫറൻസ്. ഒരു വലിയൊരു വ്യത്യാസം തന്നെയാണ് ആത്മാവും പരമാത്മാവും തമ്മിൽ. കൺട്രോളിംഗ് ലോർഡാണ് പരമാത്മാവ്, ബദ്ധാത്മാവാണ് വെട്ടിയിരിക്കുന്നത്. കൺട്രോൾഡ് ആണ് ബദ്ധാത്മാവ്. ദാറ്റ് ഇസ് ദി ഡിഫറൻസ്. അപ്പൊ അവർ രണ്ടുപേരും വേറെ വേറെ കാറ്റഗറിയിലേക്കാണ് ഇൻക്ലൂഡ് ആവുന്നത്. ബട്ട് ദി പരമാത്മാ ഫുള്ളി കോപ്പറേറ്റ്സ് വിത്ത് ദി ആത്മാവ്. നിനക്ക് എന്താ വേണ്ടത് നീ അതായിക്കോ, ഞാൻ അതിൽ ഇൻവോൾവ് ചെയ്യണില്ല. ആൻഡ് കോൺസ്റ്റന്റ് കമ്പാനിയൻ ആണ്. വേറെ ആരില്ലാച്ചാലും ഭഗവാൻ കൂടെ എപ്പോഴും ഉണ്ടാവും. ദാറ്റ് ഈസ് എക്സാമ്പിൾ അവിടെ ശ്രീല പ്രഭുപാദ് ഏതാ പറയണത്, ഒരേ മരത്തിൽ നിന്ന് രണ്ട് ബേർഡ്സ് നിൽക്കണ്ട, അത് ബ്യൂട്ടിഫുൾ പെയിന്റിംഗ് ഉണ്ട്. ഒരു പക്ഷി തിരിഞ്ഞ് എവിടെയോ നോക്കുന്നു, പക്ഷെ മറ്റൊരു പക്ഷി ആ മരത്തിൽ നിന്നും അതിന്റെ ഫ്രൂട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ. ദീസ് ആർ ദി ടു ബേർഡ്സ് ലിവിങ് ഓൺ ദി സെയിം ട്രീ. അതേപോലെ തന്നെയാണ് തൽക്കാലം കിട്ടിയിരിക്കുന്ന ദേഹത്തിന്റെ അകത്ത് രണ്ട് ആത്മാക്കളാണ്. പരമാത്മാവാണ് കംപ്ലീറ്റ്ലി ഹാൻഡ്സ് ഓഫ്, ഇതും ആയിക്കോട്ടെ, പക്ഷെ ഐ എം വിത്ത് യു. നമ്മൾ എപ്പോഴാണ് ഭഗവാനെ അപ്രോച്ച് ചെയ്യുന്നത്, ഈ പക്ഷി ഏത് പക്ഷിയാണോ ആ ഫ്രൂട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷി തിരിഞ്ഞ് മറ്റേ പക്ഷിയിലേക്ക് തന്റെ കണ്ണുകൾ അല്ലെങ്കിൽ ദൃഷ്ടി ആ ഡയറക്ഷനിലേക്ക് നോക്കുന്നത്, അവിടെ നിന്നും ലൈഫ് ചേഞ്ച്. കൃഷ്ണ വിൽ ടേക്ക് കൺട്രോൾ ഓവർ സച്ച് പീപ്പിൾ ഹു ആർ സറണ്ടറിങ് സച്ച് ആത്മ. ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ the all pervading feature of the Lord which exists in all circumstances of waking and sleeping as well as in potential states, and from which the Jiva Shakti, living force, is generated as both conditioned and liberated souls, is known as Brahman. Since the Lord is the origin of both Brahman and Paramatma, he is the origin of all living entities and all that exists. One who knows this engages himself at once in the devotional service of the Lord. Such a pure, fully cognizant devotee of the Lord is fully attached to him in heart and soul, and whenever such a devotee assembles with similar devotees, they have no engagement but the glorification of the Lord's transcendental activities. Those who are not as perfect as the pure devotees, namely those who
have realized only Brahman or Paramatma features of the Lord cannot appreciate the activities of the perfect devotees. The Lord always helps the pure devotees by imparting necessary knowledge within their hearts, and thus out of his specific favor, he dissipates all the darkness of ignorance. The speculative philosophers and yogis cannot imagine this because they more or less depend on their own strength. Written in Katha Upanishad 1.2.23, the Lord can be known only by those whom he favors and not by anyone else. Such special favors are bestowed upon his pure devotees only. Sri Upanishad thus points to the favor of the Lord, which is beyond the purview of the Brahma Jyoti. ഇവിടെ ആ ഒരു ഫേവർ ഓഫ് ദി ലോർഡ് ഭഗവാൻ വിചാരിച്ചാലേ എന്തും സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ശ്ലോകം ഭഗവാന്റെ ആ ഒരു സേവർ മലയാളത്തിൽ ഐ ഡോണ്ട് നോ ദ റൈറ്റ് വേർഡ്, ഭഗവാന്റെ കയ്യിൽ നിന്ന് ഒരു സോഫ്റ്റ് കോർണർ, ഒരു അഡ്വാൻറ്റേജ് കിട്ടാനായിട്ട് ഈ ഒരു ശ്ലോകം ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടാനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന എന്താണ്? എങ്ങനെയെങ്കിലും ഭഗവാന്റെ സേവനത്തിൽ ഉൾപ്പെടണം എന്നാണ് ആ പ്രാർത്ഥനയുടെ ഉത്തരം. ലൈക്ക് വാട്ട് വി ആർ സീക്കിംഗ് ഇസ്, എന്ത് നമ്മൾ സീക്ക് ചെയ്താലും ദിസ് ഇസ് വാട്ട് ദി അൾട്ടിമേറ്റ് ഗോൾ ഷുഡ് ബി, അല്ലെ? ഡിവോഷണൽ സർവീസ്, ഭക്തിയുടെ സേവനം ആണ് നമ്മുടെ പ്രാർത്ഥന. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താണ്? ഭഗവാന്റെ അസോസിയേഷൻ ആണ്. ആസ് യൂഷ്വൽ ഇവിടെ തന്നെ പറയുന്നുണ്ട്, പരമാത്മ ബ്രഹ്മൻ ഫീച്ചറും ഭഗവാന്റെ ഒരു ഭാഗമാണ്. പക്ഷേ പൂർണ്ണമായി ഭഗവാനെ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഭഗവാനെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഭക്തന്മാർക്ക് സാധിക്കുന്ന ആ ലെവലിലേക്ക് എത്തിപ്പെടാൻ പോലും ഭഗവാന്റെ ആ ഒരു ഫേവർ, കാരുണ്യം വേണം. ആൻഡ് ഇതിൽ എക്സ്പ്ലനേഷൻ ഓഫ് കോഴ്സ് ദാമോദർ ലീലയിൽ സംഭവിക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് ഇവിടെയും അപ്ലൈ ചെയ്യാം. അൺലെസ് ഭഗവാൻ വിഷസ്, ഭഗവാൻ വിചാരിച്ചാലേ സാധിക്കുള്ളൂ, എത്ര നമ്മൾ ശ്രമിച്ചാലും. അതുമല്ല, വേറെ എക്സാമ്പിൾ പറയുകയാച്ചാൽ ഡ്യൂറിങ് വൃന്ദാവൻ, ഭൗമ്യ വൃന്ദാവൻ ലീല സംഭവിക്കുമ്പോഴും എല്ലാവർക്കും ഭഗവാൻ പരമ ദിവ്യോത്തമപുരുഷൻ ഗോലോ വൃന്ദാവനത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവിടെ നമ്മുടെ നടുവിൽ നടന്ന് ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടില്ല. അത് നമുക്കറിയാം. കൗരവരായിക്കോട്ടെ, അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. പക്ഷെ ഈവൻ ഇൻസൈഡ് വൃന്ദാവൻ എല്ലാവർക്കും ഭഗവാൻ ആണെന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു അറിവ് ഉണ്ടായിരുന്നില്ല. നോട്ട് എവ്രി വൺ. ആൻഡ് ഭഗവാൻ ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോ അവിടെ പല രീതിക്കാണ് പല ആൾക്കാരും ഭഗവാനെ അപ്രോച്ച് ചെയ്തത്. കുബ്ജ എങ്ങനെ അപ്രോച്ച് ചെയ്തു? ഭഗവാനോട് ആകർഷിച്ച് കംസനെ കൊടുക്കാനുള്ള ചന്ദനം ഭഗവാന്റെ മേലെ അപ്ലൈ ചെയ്യുകയാണ്. because she was in love with Krishna and Krishna changed her life. And devotee ആണോ അല്ലേ എന്നൊരു അതൊരു ഫാർ ഫെച്ച്ഡ് കോൺസെപ്റ്റ് ആയിക്കോട്ടെ. പക്ഷെ അവിടെ ഹൗ ഡിഡ് ഷി അപ്രോച്ച് ദി ലോർഡ്, അല്ലേ? അതേ സമയത്ത് ഭഗവാന്റെ ധോബി, ദാറ്റ് ഇസ് വാഷർമാൻ, അയാൾ എങ്ങനെയാണ് ഭഗവാനെ കണ്ട് ഭഗവാനോട് ഇന്ററാക്ട് ചെയ്തത്? ഞാൻ കംസന്റെ വാഷർമാനാണ്, ഒന്നും യു ഷുഡ് നോട്ട് ടച്ച്, അല്ലേ? പക്ഷെ അവിടെ എങ്ങനെയാണ് ഭഗവാൻ റിയാക്ട് ചെയ്തത്? ദേ കുഡന്റ് റിയലൈസ്, he was not able to appreciate കൃഷ്ണ. ബാക്കി എല്ലാവരും ഭഗവാനെ കാണുന്നു, അട്രാക്ട് ആവുന്നു, സ്നേഹം, their heart is being filled with love in different ways. പക്ഷെ ഈ ആൾക്ക് ഭഗവാനെ നോക്കുന്ന രീതി വ്യത്യാസമായിരുന്നു. നമ്മൾ ഭഗവാൻ അപ്രോച്ച് ചെയ്ത രീതിയും വ്യത്യാസം. അതേ സമയത്ത് വൺ മോർ തിങ് ദാറ്റ് യു ക്യാൻ സേ, നോട്ട് ഓൾ ദ ഗോപീസ് വർ ഏബിൾ ടു ഡാൻസ് വിത്ത് കൃഷ്ണ. ഭഗവാന്റെ അടുത്ത് ചെന്ന് ഭഗവാനോട് അടുത്ത് പഴകി ഡാൻസ് ചെയ്യാൻ എല്ലാ ഗോപികൾക്കും സാധിക്കണ്ടായിരുന്നു. എല്ലാ ഗോപികൾക്കും തന്റെ വീടും ഫാമിലിയും വിട്ടിട്ട് ഭഗവാനെ അപ്രോച്ച് ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരുന്നില്ല. Some were outside that realm because that's what Krishna wants. So the Lord helps the pure devotees.
ആവശ്യമുള്ള വിദ്യ ഭഗവാൻ അവരുടെ ഹൃദയത്തിലേക്ക് പറഞ്ഞു കൊടുക്കുകയും സ്പെഷ്യൽ ഫിക്കർ എന്താണ്? ഡാർക്ക്നെസ് ഓഫ് ഇഗ്നറൻസ്, അറിവില്ലായ്മയുടെ ആ ഒരു അന്ധകാരം ഭഗവാനാണ് ഇല്ലാതെയാക്കുന്നത്. The other special mercy of Krishna is in the Chakshudan Dilojaye Janme Janme Prabhase Divya Gyan Hriday Prakashito. Through the spiritual master, Divya Gyan, ഏറ്റവും ഉത്തമമായിട്ടുള്ള രാജ വിദ്യ ഭഗവാന്റെ ഭക്തന്മാരുടെ ഹൃദയത്തിൽ ദിവ്യൻ ഹൃദയ പ്രകാശിപ്പിക്കുന്നു. ഈ ഒരു സ്പെഷ്യൽ മൾട്ടി ജ്ഞാനികൾക്കോ യോഗികൾക്കോ ഇല്ല. അതുകൊണ്ട് ശ്രീ ഈശോപനിഷത്ത് ആ ഒരു ബ്രഹ്മജ്യോതിയിൽ നിന്നും അപ്പുറത്തെ ബ്രഹ്മജ്യോതി മറികടന്ന് അപ്പുറം നിൽക്കുന്ന ആ ഭഗവാനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീ ഈശോ comments, any question? ഷെയർ ചെയ്യാം. കുറച്ച് 2 minutes നമുക്ക് അതിലേക്ക് സമയം ചെലവാക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. യെസ് മാതാജി പറയൂ. ഭഗവാൻ എന്ന വാക്കിന്റെ അർത്ഥം ഒന്നുകൂടി വിശദിക്കാവൂ മാതാജി? ഭഗവാൻ എന്ന വാക്കിന് 2 രീതിക്കാണ് ഇവിടെ ജീവഗോസ്വാമി ഹാസ് ഡിസ്ക്രൈബ്ഡ് ഇൻ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ് മീന മാതാജി പറഞ്ഞ അതേ ഡൗട്ടാണ് എനിക്കും. ഇപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞാല് നമ്മൾ പഠിച്ചിരുന്നത് ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം ഇതൊക്കെ കൂടിയതാണ് ഭഗവാൻ എന്ന് പറയുന്നു. ഇപ്പൊ ഇവിടെ പറയുമ്പോ നേരെ ഓപ്പോസിറ്റ് മീനിങ് പോലെയാണ് തോന്നുന്നത് മാതാജി. അല്ല, ഇതിപ്പോ എല്ലാം ഉള്ളത് ഭൗതികതയിലാണ്. അത് ഒട്ടും ഏറ്റിട്ടില്ല, സ്വാധീനം ഒട്ടും ഭഗവാനിൽ ഏറ്റിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ മലയാളം ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ളത് നോക്കുമ്പോ ഭഗവാൻ എന്ന ദിവ്യമായ പദത്തിന്റെ അർത്ഥം അനന്തമായ ജ്ഞാനം, വീര്യം, ശക്തി, അതേയുള്ള അവസ്ഥ എന്ന് പറയുന്നു. വിത്തൗട്ട് എ ടിഞ്ച് ഓഫ് മെറ്റീരിയൽ ഇനബിലിറ്റി. അത് എന്തായാലും ഭഗവാൻ ഇവൻ ഏത് ഡെഫിനേഷൻ എടുത്താലും ഭഗവാൻ മെറ്റീരിയൽ ആയിട്ട് ഒരു കണക്ഷനും ഇല്ല. അത് എന്ത് ഐശ്വര്യമായിക്കോട്ടെ, എന്ത് ഭംഗി ആയിക്കോട്ടെ, മെറ്റീരിയലി അതൊരു ലിമിറ്റേഷൻ അല്ല. മെറ്റീരിയൽ ഉള്ള ആളാണ് ഭഗവാൻ എന്ന് പറയുന്നുണ്ടല്ലോ. ഭഗം എന്നുള്ള വാക്കിന് എല്ലാം തികഞ്ഞ ആളെന്ന് പറയുന്നുണ്ട്. രണ്ടും കൂടെ പറഞ്ഞപ്പോ ഒരു ഡൗട്ട്. അല്ല മതി, ഇംഗ്ലീഷിൽ എടുക്കുക ലാസ്റ്റ് ലൈൻ, ഇതേ പാരഗ്രാഫിൽ ലാസ്റ്റ് ലൈൻ എടുത്താൽ ഭഗവാൻ റിപ്രസെന്റ് ഇൻഫൈനൈറ്റ് നോളജ്, പൊട്ടൻസി, ശക്തി, എനർജി, ഓപ്യുലൻസ്, വെൽത്ത്, സ്ട്രെങ്ത്, ഇൻഫ്ലുവൻസ്, നോളജ്. ഈ പറഞ്ഞ ഡെഫിനേഷൻ 2 ഡെഫിനേഷൻ ആണല്ലോ നമ്മൾ നോക്കിയത്. ആ ഡെഫിനേഷൻ ഇവിടെ വന്നു കഴിഞ്ഞു. ഈ 6 ഐശ്വര്യങ്ങളും പൂർണ്ണമായി 100% തികഞ്ഞു നിൽക്കുന്ന ഏത് വ്യക്തി, ഏത് പേഴ്സണാലിറ്റി ആണ് പ്ലസ് വിതൗട്ട് എനി മെറ്റീരിയൽ തിങ്സ്, ഭൗതികതയുടെ ഒരു അംശം പോലും ഇല്ലാത്ത പൂർണ്ണമായി പ്യോർ സ്റ്റേറ്റ് ഓഫ് ഗുഡ്നെസ്, അല്ലെങ്കിൽ പ്യോർ ആയിട്ടുള്ള ആ ഫോമിൽ ആർക്കാണ് ഈ ഐശ്വര്യങ്ങൾ പൂർണ്ണമായുള്ളത് അദ്ദേഹമാണ് ഭഗവാൻ. ഇവിടെ മെറ്റീരിയൽ കോൺസെപ്ഷൻ ഒട്ടുമില്ല. ഈവൻ ഭൗതിക ഭൂമിയിൽ വന്നു നിന്നാലും he will not be affected by material rules and regulations. ആ ഒരു രീതിക്കാണ് ഇവിടെ മെറ്റീരിയൽ ഇനോബിലിറ്റി പറയുന്നത്. ഇനോബിലിറ്റിന്റെ അർത്ഥം വേണമെങ്കിൽ ഗൂഗിളിനടുത്ത് ചോദിച്ച് വി ക്യാൻ ട്രാൻസ്ലേറ്റ്. അല്ല, ഇങ്ങനെ മലയാളം ട്രാൻസ്ലേഷൻ നോക്കുമ്പോഴേ രണ്ടും സെയിം പോലെ തോന്നുന്നു. ഹരേ കൃഷ്ണ. ഭഗവാൻ, we used to say no, Bhagyavan, Bhagyavan, Dhanavan. So Van means who? Holder. Mataji mute type by. ശരി. അയ്യോ, അത് പറഞ്ഞത് പകുതിയെ കേട്ടുള്ളൂ.
That Van means some what we are possessing means Satyavans means true and truth. Dhanavan, Bhagyavan. So same way Bhagavan means Shad Aishwaryangalu ഉള്ളവൻ. അത് ഒരൊറ്റ അതാണ് ഭഗവാൻ. ഇതിലെ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് വസിക്കുന്നു എന്നാണ് വാൻ എന്നുള്ളതിന്റെ അർത്ഥം. വായിക്കും. എല്ലാ ജീവജാലങ്ങളിലും വസിക്കുന്നു എന്നതാണ് വാൻ എന്ന അക്ഷരഗണത്തിന്റെ താല്പര്യം. ലാസ്റ്റ് ലൈനില് മാതാജി വായിച്ചതിന്റെ തെറ്റാണ്. ആക്ച്വലി നിർത്തി വായിക്കണം, അതുകൊണ്ടാണ് മാതാജി. ഭഗവാൻ എന്ന ദിവ്യമായ ശബ്ദം അനന്തമായ ജ്ഞാനം, വീര്യം, ശക്തി, ഐശ്വര്യം, ബലം, സ്വാധീനം എന്നിവ ചേർന്ന ഭൗതികതയുടെ ലഹരി അല്പം പോലും ഏൽക്കാതെയുള്ള അവസ്ഥയെ പ്രതിനിധാനം ചെയ്യുന്നു. അത് ഒരുമിച്ച് വായിക്കുമ്പോൾ എന്നിവ ചേർന്ന ഭൗതികതയുടെ ലഹരി എന്നുള്ള മാതിരി എടുത്തിട്ടുണ്ടാവും അർത്ഥം. അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ എന്നിവ ചേർന്നാ കഴിഞ്ഞിട്ട് പോസ് ചെയ്യണം അവിടെ. ഭൗതികതയുടെ ലഹരി അല്പം പോലെ ഏൽക്കാതെയുള്ള അഡിഷണൽ ക്വാളിറ്റി ആണല്ലോ. അതുകൊണ്ടാണ് ഈ പരാശര മുനിയാണ്, ദാറ്റ് ഈസ് വ്യാസദേവരുടെ പിതാവായ പരാശര മുനിയാണ് ഭഗവാൻ എന്ന ഒരു വാക്കിന് ഡെഫിനിഷൻ കൊടുക്കുന്ന വിഷ്ണു പുരാണ. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശഃ ശ്രിയഹോ ജ്ഞാന വൈരാഗ്യയോശ്ചൈവ ഷണ്ണം ഭഗം ഇതി ഗണ ഗണ ഗണ. സോ നമ്മൾക്കറിയണ ഈ ഐശ്വര്യം, പൂർണ്ണ ഐശ്വര്യമായിട്ടുള്ള ഭഗവാൻ, ദാറ്റ് ഈസ് ദി ഹോൾഡർ ഓർ പൊസസർ ഓഫ് ഓൾ ഒപ്യുലൻസസ്, 6 ഒപ്യുലൻസസ്. ദിസ് ഇസ് ദി ഡെഫിനിഷൻ തന്നിരിക്കുന്നത് ശ്രീ പരാശര മുനി. ഇന്ന് നമ്മൾ പഠിച്ച പുതിയ ഒരു ഡെഫിനിഷൻ ഇസ് ബൈ ശ്രീല ജീവ ഗോസ്വാമി. പക്ഷെ അവിടെയും ഇത് തന്നെയാണ്, കംപ്ലീറ്റ് കോൺസെപ്ഷൻ, ഫുൾ പൊട്ടൻസി, ബ്രഹ്മൻ റിയലൈസേഷൻ പാർഷ്യൽ മാത്രമാണ്. പക്ഷെ പുതിയ ഈ അതേ വാക്കിന് 3 പോർഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് അദ്ദേഹം എന്താണ്, ഗാർഡിയൻ ആണ്, നയിക്കുന്ന, ലീഡ് ചെയ്യുന്ന ഭഗവാനാണ്. ഹി വിൽ ലീഡ് us, he will guide us, he will protect us and also maintains us. There is no controversy ഇവിടെ ഇല്ല. And finally ശില പ്രഭുപാദ് അതിനെ കംപ്ലീറ്റ് ചെയ്യുന്നു. ഈ ഫസ്റ്റ് പരാശര മുനി തന്നിരിക്കുന്ന ഡെഫിനിഷനും ജീവ ഗോസ്വാമി തന്ന ഡെഫിനിഷനും അദ്ദേഹം he puts it together, അല്ല? That is why we have this. Hare Krishna. So Prabhupada random compiler, or even I am coming across this for the first time. Hare Krishna. Thank you, Mataji, for Thank you, Mataji. Thank you, Mataji. Hare Krishna. Any other comments, questions? Thank you, Manasi Mataji. Yes. Hare Krishna. In the virtual way, but so happy to have rejoined. Thank you all for joining. വൈഷ്ണവ്യോ നമോ നമഃ. അപ്പോ ഒരു പുതിയൊരു ഡെഫിനിഷൻ നമുക്ക് കിട്ടി. ഈ ബ്രഹ്മജ്യോതിയായിരുന്നു ഇത് ഇവിടുത്തെ മെയിൻ കോൺസെപ്റ്റ്. അത് മാറ്റിയാല് ആ ഒരു ലെവലിൽ മാറ്റി മുന്നോട്ട് പോകാനായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. ശ്രീ ഈശ്വരനീശ്വരൻ സോഹം നിന്നും ദാസോഹമാകണം. സോഹം ഞാനാണ്. ഈ സോഹം എന്നൊരു ഈ ശ്ലോകത്തിൽ നിന്ന് മാത്രം എടുത്തിട്ട് പലവരും പറയും സോഹം, സോ ഐ ആം ഈക്വൽ ടു ഗോഡ് എന്ന ആ ഒരു തെറ്റി ഇന്റർപ്രിട്ടേഷൻ വരും. പക്ഷെ നോ, ഫ്രം സോഹം വി ഹാവ് ടു ബി ദാസോഹം. എന്നാലേ ഭഗവാനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ, ഭക്തനായി ദാസനായി ഭഗവാനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആൻഡ് വേറൊരു കാര്യം പറഞ്ഞു വെച്ചാൽ, ഒരിക്കൽ ഇനീഷ്യലി പ്രഭുപാദ് ന്യൂയോർക്കിൽ മാച്ച്ലെസ് ഗിഫ്റ്റ്സ് ഒരു ഷോപ്പ് എടുത്തിട്ട് ടെമ്പിൾ ആക്കിയല്ലോ. അപ്പൊ ഒരു സ്ത്രീ വന്നത്, ഒരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ ചാൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാൻ ഇരിക്കുമ്പോ എന്റെ കണ്ണിന്റെ നിറകിൽ ഇങ്ങനെ ഒരു ലൈറ്റ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പറഞ്ഞു. സം റെഡ് ലൈറ്റ്, വൈറ്റ് ലൈറ്റ്. പ്രഭുപാദ് പറഞ്ഞു, കീപ് ചാൻറ്റിങ്, ദാറ്റ് വിൽ ഗോ. അപ്പൊ അവര് എന്താ ലക്ഷ്യം പറഞ്ഞു, എനിക്ക് ആ ലൈറ്റ് പോണ്ടെന്ന്. ലൈറ്റ് പോണം, ലൈറ്റ് പോയാലേ യു വിൽ ബി ഏബിൾ ടു മൂവ് ഫോർവേഡ്. ജസ്റ്റ് ദാറ്റ് ആ ലൈറ്റ് ആണ് കുറെ പലവരും ഫോക്കസ് ചെയ്യാറുള്ളത്. ലൈറ്റിലേക്ക് ശ്രദ്ധിക്കോ, ദാറ്റ് ഇസ് ദി അൾട്ടിമേറ്റ് ഗോൾ ആൻഡ് ഓൾ ദാറ്റ്. ബട്ട് ഇവിടെ അത് മറികടന്നാല് വി ക്യാൻ നോ കൃഷ്ണ ഫുള്ളി.
Satchitananda, Tribhanga, Sundar form. And we have to get attracted to it. So, life is very. So, thank you so much. Hare Krishna. All glory to the assembled devotees. All glory to Srila Prabhupada. Srila Ishopanishaditi Jai. Hare Krishna, Krishna Krishna, Hare Hare. Hare Rama, Rama Rama, Hare Hare. Thank you. Hare Krishna. Hare Krishna. Thank you, Mataji. Hare Krishna, Hare Krishna. ഈ മീറ്റിംഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. Hare Krishna, Mataji.